الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا وسندنا ونبينا ومولانا محمد عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا وصلى الله على سيدنا محمد وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أمروا إلا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. صدق الله العلي العظيم. صدق وبلغ رسول النبي الكريم ونحن على ذلك من الشاكرين من الشاكرين والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم ثم الرضا عن أبي بكر وعن عمر وعن علي وعن عثمان ذي الكرم سعد سعيد زبير طلحة وأبي عبيدة وابن عوف عاشر الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഇവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ ജന്നാത്തുൽ നഈമിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം അറിഞ്ഞും അറിയാതെയും പരസ്യമായും രഹസ്യമായും ചെയ്തു പോയ ധാരാളം പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ശേഷിക്കുന്ന കാലം സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ജീവിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മുഅ്മിനീങ്ങളെ, അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധമായ വെള്ളിയാഴ്ച കൂടി സാക്ഷ്യം വഹിക്കാൻ സാധിച്ചു. നാഥൻ സ്വീകരിക്കുമാറാകട്ടെ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം
ആ മനുഷ്യന് ഈ ലോകത്ത് ജീവിക്കാൻ ഏറ്റവും വലിയ ഉപാധിയാണ് അവന്റെ ശരീരം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൗതികമായ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ശരീരങ്ങളെ അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. അതായത് അഭൗതികമായ റൂഹ് എന്ന് നമ്മൾ വിളിക്കുന്ന നമ്മുടെ ആത്മാവിനെ ഈ ലോകത്ത് അല്ലാഹു താമസിപ്പിക്കുന്നതിന് വേണ്ടി, അല്ലാഹു ഉദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യിക്കുന്നതിന് വേണ്ടി നമുക്ക് ഈ കാണുന്ന ശരീരം നൽകി അല്ലാഹു തആല ഈ ലോകത്തേക്ക് നമ്മളെ വിട്ടു. അല്ലാഹു നമുക്ക് നൽകിയ ഒരു സമയമുണ്ട്, ഒരു അജലുണ്ട്, ഒരു അവധിയുണ്ട്. ആ സമയം ആഗതമാകുമ്പോൾ ഈ ലോകത്ത് നിന്ന് നാം വിട പറഞ്ഞു പോകണം. ആ വിട പറഞ്ഞു പോകൽ പല ആളുകളും മനസ്സിലാക്കി വച്ചിരിക്കുന്നത് പോലെ റൂഹ് നശിച്ചു പോകലല്ല, മറിച്ച് റൂഹിന് വസിക്കാൻ കഴിയുന്ന മറ്റൊരു ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ കൂട്ടിക്കൊണ്ടുപോകുന്നു എന്ന് മാത്രം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിഞ്ഞു പോകേണ്ട താമസം, അതുവരെയും റൂഹിന് താമസിക്കാൻ പാകത്തിന് അല്ലാഹു സംവിധാനിച്ചിരിക്കുന്ന നമ്മുടെ ശരീരം വളരെ അധികം ശ്രദ്ധയോടുകൂടെയും വളരെയധികം സ്നേഹത്തോടെയും ലാലനത്തോടെയും നാം കൊണ്ടു നടന്ന നമ്മുടെ ശരീരം ഏതാനും മണിക്കൂറുകൾ പിന്നിടുന്ന സമയത്ത് അതിൽ നിന്ന് ദുർഗന്ധം വഹിക്കാനും അതുപോലെ തന്നെ മോശമായ പല കാലാവസ്ഥകളും ആ ശരീരത്തിലൂടെ നാം കാണാനും തുടങ്ങും. ഇതൊരു യാഥാർത്ഥ്യമാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ മരണത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നത് അൽ മൗതു മുഫാറഖത്തു റൂഹിൽ ജസദ. മരണം എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് റൂഹിനെ അതിനെ വേർപെടുത്തപ്പെടുന്നതായ ഒരു പ്രതിഭാസമാണ്. ശരീരം നശിച്ചു പോകുന്നു, റൂഹ് അതിന്റെ സ്ഥലത്തേക്ക് പോകുന്നു. ശരീരത്തെ ഏതിൽ നിന്നാണോ എടുക്കപ്പെട്ടത് ആ മണ്ണിലേക്ക് തന്നെ അതിനെ മടക്കപ്പെടുന്നു. ഈ ഒരു പ്രതിഭാസമാണ് മരണം കൊണ്ട് നടക്കുന്നത്. ഇത് മനുഷ്യന്റെ ശരീരത്തിന്റെ കാര്യമാണെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളിലും ഇതുപോലെയുള്ള റൂഹുണ്ട്. അവൻ ഏർപ്പെടുന്ന എല്ലാ അമലുകളിലും റൂഹുണ്ട്. ഏതെല്ലാം കാര്യങ്ങൾ അവൻ ചെയ്യുന്നുണ്ടോ, അത് അമലുകളായാലും നമസ്കാരമായാലും ഇബാദത്തുകളായാലും സന്നദ്ധ പ്രവർത്തനങ്ങളായാലും പൊതുപരിപാടികളായാലും ഏത് അമലുകളിലൂടെയും ഏത് കാര്യങ്ങളിലൂടെയും മനുഷ്യൻ കടന്നുപോയാലും അതിലെല്ലാം ഒരു റൂഹിനെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുണ്ട്. ഏതാ റൂഹെന്നറിയുമോ? പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തരികയാ. എല്ലാ കാര്യങ്ങളിലും ഒരു റൂഹുണ്ട്. മനുഷ്യൻ ഇങ്ങനെ രണ്ട് കാലിലും നടക്കണമെങ്കിൽ റൂഹ് വേണമല്ലോ. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യൻ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങളിലും അല്ലാഹു റൂഹിനെ വച്ചിട്ടുണ്ട്. ആ റൂഹെങ്ങാനും അതിൽ നിന്ന് പിരിഞ്ഞു പോയാൽ പിന്നെ നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം വെറും ശവമായി മാറുന്നതാണ്. അതുകൊണ്ട് യാതൊരു പ്രയോജനവും കിട്ടുന്നതല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നു, ഏതാ റൂഹെന്നറിയുമോ? വമാ ഉമിറൂ ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ ഉമിറൂ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ആളുകളുണ്ടല്ലോ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാ പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയേ, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഒരു സമൂഹമുണ്ടല്ലോ,
ആ സമൂഹങ്ങളോടൊന്നും ഞാൻ കൽപ്പിച്ചിട്ടില്ല, ഈ സമുദായത്തോട് ഞാൻ കൽപ്പിക്കുന്നില്ല. അല്ലാഹുവിനെ ആരാധിക്കാനല്ലാതെ. എല്ലാ സമുദായത്തോടും അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നത് അല്ലാഹുവിനെ ആരാധിക്കാൻ. നിങ്ങൾ ചെയ്യുന്ന എന്ത് കർമ്മമാണെങ്കിലും അതെല്ലാം അല്ലാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കണം, അല്ലാഹുവിന്റെ തൃപ്തിയിലായിരിക്കണം. അല്ലാഹുവിനെ ആരാധിക്കണം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന നിസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ കടന്നു വരുന്നത്. എന്നാൽ അത് മാത്രമല്ല, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നുണ്ടോ? രാവിലെ ആയാൽ നീ നിന്റെ കുടുംബത്തെ ഓർത്ത്, നിന്റെ മക്കളെ ഓർത്ത്, എന്റെ ഉമ്മയെയും ഉപ്പയെയും ഓർത്ത് രാവിലെ നീ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ടോ? അതെല്ലാം അല്ലാഹുവിലേക്കുള്ള ആരാധനയാണ്, ഇബാദത്താണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നു. അതൊക്കെ ഇബാദത്താണ്. മുഅ്മിനായ മനുഷ്യൻ ഏർപ്പെടുന്ന എല്ലാ മാർഗവും ഇബാദത്താണ്. ഏതുവരെ എന്നറിയുമോ? നടന്നു പോകുന്ന വഴിയിൽ ഒരു കല്ല് കണ്ടു, ആ കല്ലെങ്ങാനും ഒന്ന് മാറ്റിയിട്ടാൽ അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ കൂലി ലഭിക്കുന്നതാ. അതും ഇബാദത്താണ്. വളരെ നിസ്സാരമായിട്ട് നമ്മുടെ കാലുകൊണ്ട് നമ്മളൊന്ന് തട്ടിക്കളയുന്ന ആ കല്ല് മാറ്റൽ വരെയും അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ കൂലി അല്ലാഹു നൽകുന്നതാ. അതെല്ലാം ഇബാദത്താണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെ നമ്മളോട് പറയുകയാ. മുഅ്മിനായ മനുഷ്യൻ ഏർപ്പെടുന്ന എല്ലാ അമലുകളും അവനക്ക് ഇബാദത്താണ്. പക്ഷേ എന്തു വേണമെന്നറിയുമോ? അതിലേക്ക് റൂഹ് കടന്നു വരണം. എവിടെയാ റൂഹ് ഇരിക്കുന്നതെന്നറിയുമോ? നാം ആ റോഡിലൂടെ പോകുമ്പോൾ ആ കല്ല് നമ്മുടെ കാലും കൊണ്ട് നീട്ടിയിടുമ്പോൾ അതിലേക്ക് റൂഹ് കടന്നു വരണം. പ്രിയമുള്ളവരെ, പള്ളിയിലേക്ക് നടന്നു വരുമ്പോൾ ആ നടത്തത്തിലേക്ക് റൂഹ് കടന്നു വരണം. പ്രിയമുള്ളവരെ, ഏതൊരു ഇബാദത്ത് ചെയ്യുമ്പോൾ, ഏതൊരു ഇബാദത്തിലേക്ക് മുന്നിട്ട് വരുമ്പോൾ അതിലേക്ക് റൂഹ് കടന്നു വരണം. ഏതാ ആ റൂഹ് എന്നറിയുമോ? മുഖ്ലിസീന ലഹുദ്ദീൻ. ഇഖ്ലാസ് കടന്നു വരണം. ദീനിൽ എപ്പോഴും ഇഖ്ലാസ് വേണം. അവന്റെ ഇബാദത്തുകളിൽ ഇഖ്ലാസ് കടന്നു വരണം. ഇഖ്ലാസില്ലാത്ത ഇബാദത്തുകളൊന്നും അല്ലാഹുവിന് വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധമായ ഖുർആനിലൂടെയാണ് പറയുന്നത്. മനുഷ്യനോടും ഈ സമുദായത്തോടും മുമ്പുണ്ടായിരുന്ന സമുദായങ്ങളോടുമെല്ലാം ഞാൻ കൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ്. എങ്ങനെയുള്ള ഇബാദത്താണെന്നറിയുമോ? മുഖ്ലിസീന ലഹുദ്ദീൻ. മുഖ്ലിസീൻ, അവൻ ഇഖ്ലാസുള്ളവനായിരിക്കണം. അവൻ ചെയ്യുന്ന ഇബാദത്തുകളിൽ അല്ലാഹുവിനോട് പ്രത്യേക അടുപ്പമുണ്ടായിരിക്കണം. അതിൽ അവനക്ക് വല്ലാത്ത രസമുണ്ടായിരിക്കണോ. അതുകൊണ്ടല്ലേ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങളൊന്ന് പരിശോധിക്കണേ. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന്റെ സമയത്ത് തന്റെ കാലിലേക്ക് അമ്പ് വന്നു തറയ്ക്കുകയാ. ആ അമ്പ് സഹാബികൾ വലിച്ചൂരാൻ നോക്കുകയാ. വല്ലാത്ത പ്രയാസം മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന് അനുഭവപ്പെടുകയാ. അവിടുന്ന് വലിച്ചൂരിയെടുക്കാൻ സാധിക്കുന്നില്ല. ഉടനെ മഹാനവറുകൾ പറയുകയാണ്, ഞാൻ നമസ്കാരത്തിലേക്ക് വേണ്ടി കൈകെട്ടുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് നിങ്ങൾ എന്റെ കാലിൽ നിന്ന് ആ അമ്പിനെ വലിച്ചൂരിയെടുത്തോ എന്ന് മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുത്തു. മഹാനവറുകൾ നമസ്കാരത്തിലേക്ക് കൈകെട്ടുന്ന സന്ദർഭം സഹാബത്ത് ചെന്നുകൊണ്ട് ആ അമ്പിനെ വലിച്ചൂരിയെടുക്കുകയാ. നമസ്കാരം കഴിഞ്ഞുകൊണ്ട് മഹാനായ അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, അല്ലയോ സഹാബത്ത്, നിങ്ങൾ എന്റെ കാലിൽ നിന്ന് അമ്പ് വലിച്ചൂരിയില്ലേ? എനിക്കൊരു അനുഭവം ഉണ്ടായില്ലല്ലോ. അവിടുന്ന് സഹാബത്ത് പറയുന്നു, നിങ്ങൾ കൈകെട്ടിയ സമയത്ത് തന്നെ
ഞങ്ങൾ ആ അമ്പ് വലിച്ചൂരിയിരുന്നിട്ടുണ്ടോ? നിങ്ങൾ അറിയാത്തത് ഞങ്ങളുടെ കുഴപ്പമല്ല എന്ന് പറയുന്ന സമയത്തോ എന്റെ പ്രിയമുള്ളവരെ, അവരെല്ലാം ഇഖ്ലാസോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നവരാണ്. ആ ഒരു ഇബാദത്ത്, ആ ഒരു ഇഖ്ലാസാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുന്നത്. മുഖ്ലിസീൻ, ഇഖ്ലാസ് ഉണ്ടായിരിക്കണം. എന്നിട്ട് അല്ലാഹു പറയുന്നത് ഖുനഫാ വയുഖീമുസ് സ്വലാത്ത്, നിങ്ങൾ ഖുനഫാ ആകണം. നമ്മൾ വജ്ഹത്തുലൊക്കെ പറയാറുണ്ട്, ഹനീഫൻ മുസ്ലിമൻ എന്ന് നമ്മൾ പറയാറുണ്ട്. സത്യമതത്തിലേക്ക് ചായുന്നവരാകണം, യഥാർത്ഥമായ ദീനിന്റെ വഴിക്ക് വരുന്നവരാകണം. ഉണ്ടോ? ഹനീഫ് ഖുനഫാ, നിങ്ങൾ യഥാർത്ഥമായ മതത്തിലേക്ക് ചാഞ്ഞു നിൽക്കണം. എവിടെയാണോ ഹക്ക് അതിന്റെ കൂടെ നിന്നുകൊണ്ട് വേണം നിങ്ങൾ അല്ലാഹുവിന്റെ മുമ്പിൽ ഇഖ്ലാസ് കാണിക്കാൻ. എന്നിട്ട് അല്ലാഹു പറയുന്നു വയുഖീമുസ് സ്വലാത്ത്, നമസ്കാരം നിങ്ങൾ നിലനിർത്തണേ. വയൂതുസ് സകാത്ത്, സകാത്തിനെ നിങ്ങൾ കൊടുത്തു വീടണേ. വദാലിക ദീനുൽ ഖയ്യിമ, അതാണ് യഥാർത്ഥമായ ചൊവ്വായ ദീൻ എന്നുള്ളത്. ഇതെല്ലാം കിട്ടുന്നതിന് മുമ്പ്, ഈ ഇബാദത്തുകളൊക്കെ വരുന്നതിന് മുമ്പ് നമുക്ക് ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരണം. നമ്മുടെ ഇബാദത്തുകളിൽ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും ഈ ഇബാദത്ത് കടന്നു വരണം. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ഖുൽ ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. നബിയെ അങ്ങൊന്ന് പറഞ്ഞു കൊടുക്കണം, മുഅ്മിനീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയുമോ നബിയെ? ഇന്ന സ്വലാത്തി, എന്റെ നമസ്കാരമുണ്ടല്ലോ, വനുസുഖി, എന്റെ മറ്റുള്ള സൽക്കർമ്മങ്ങൾ ഉണ്ടല്ലോ, വമഹിയായ, എന്റെ ജീവിതവും, വമമാതി, എന്റെ മരണവും, ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിനുള്ളതാ. നീ അവിടെ എന്താ കടന്നു വരാത്തെ? എന്റെ നമസ്കാരം അല്ലാഹുവിനുള്ളതാ, എന്റെ മറ്റുള്ള വനുസുഖി, എന്റെ മറ്റുള്ള മുഴുവൻ സൽക്കർമ്മങ്ങളും എല്ലാം അല്ലാഹുവിനുള്ളതാ. വമഹിയായ, എന്റെ ജീവിതം തന്നെ അല്ലാഹുവിനുള്ളതാ. വമമാതി, എന്റെ മരണവും അല്ലാഹുവിനുള്ളതാ. ലില്ലാഹി റബ്ബിൽ ആലമീൻ, അത് അല്ലാഹുവിന് സമർപ്പിക്കാനുള്ളതാണ്. ഇനി ഏത് വസ്തുവാണ്, ഏത് കാര്യമാണ് അല്ലാഹുവിന് സമർപ്പിക്കാതെ ചെയ്യുന്നത്? അല്ലാഹുവിനുള്ളതാണെന്ന് പറഞ്ഞാൽ നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും അല്ലാഹുവിന് കിട്ടിയിട്ട് വേണ്ട, അല്ലാഹുവിന്റെ തൃപ്തി ഉള്ളതാക്കണം. നമ്മുടെ നമസ്കാരങ്ങളും നമ്മുടെ അമലുകളുമെല്ലാം അല്ലാഹുവിന്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ആ തൃപ്തി കരസ്ഥമാക്കാൻ നാം മുന്നോട്ട് വരണം. എന്നാൽ മാത്രമാണ് അല്ലാഹുവിന്റെ തൃപ്തിയും അവന്റെ പൊരുത്തവും നമ്മുടെ ജീവിതത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇതെല്ലാം അല്ലാഹ് പറഞ്ഞിട്ട് അല്ലാഹ് പറയുകയാ, ഈ ഇഖ്ലാസ് ഇല്ലാതെ നിങ്ങൾ ചെയ്യുന്ന അമലുകൾ ഉണ്ടല്ലോ, ഈ അമലുകൾക്ക് അല്ലാഹു എത്രമാത്രമാണ് വില കൽപ്പിക്കുന്നതെന്നറിയുമോ? അല്ലാഹ് പറയുന്നു, നോക്ക് നിങ്ങൾ, ഫവൈലുൽ ലിൽ മുസല്ലീൻ, ഫവൈലുൻ, വൈലെന്ന നരകമാകുന്നത്, ലിൽ മുസല്ലീൻ, അത് നമസ്കരിക്കുന്നവർക്കുള്ളതാണ്. എല്ലാവരും പെട്ടില്ലേ? വൈലെന്ന നരകം, ലിൽ മുസല്ലീൻ, അത് നമസ്കരിക്കുന്നവർക്കുള്ളതാ. കൃത്യമായി സുബഹി മുതൽ ഇശാ വരെ നിസ്കരിക്കുന്നവരാണ്. എന്നാൽ നിങ്ങൾക്കുള്ളതാണ് വൈലെന്ന നരകം എന്ന് പറഞ്ഞത്. വൈലെന്ന നരകം, നരകത്തിൽ വെച്ച് തന്നെ ഏറ്റവും ഭയാനകരമായ ഒരു നരകമാണ്. ആ നരകമാണ് നമസ്കരിക്കുന്നവർ അല്ലാഹു നൽകുന്നത്. ഇബാദത്തുകളിൽ നിഷ്കളങ്കത കടന്നു വന്നില്ലെങ്കിലുള്ള കാര്യം നമ്മൾ പറഞ്ഞു വരുന്നത്. നമസ്കരിക്കുന്നവർക്കാണ് വൈലെന്ന നരകമെന്ന് അല്ലാഹു പറഞ്ഞിട്ട്, അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, അവർ അവരുടെ നമസ്കാരങ്ങളിൽ അലസത കാണിക്കുന്നവരാ. എപ്പോഴെങ്കിലും നിസ്കരിക്കുന്നവരാണ്. മഹാരഥന്മാരെ ആളുകൾ അതിന്റെ തഫ്സീർ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് കാണാം.
നമസ്കാരത്തിന്റെ ബാങ്കുവിളി കേട്ടിട്ട് ഒരു വക്കത്തിൽ നമസ്കരിക്കാത്തവർക്കാണ് ഈ നരകം എന്നുള്ള നരകമെന്ന്. കൃത്യമായ വിഭാഗത്തോടും ചെയ്യണം. നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്, എല്ലാവരും നിസ്കരിക്കുന്നവരാ. ഒരു വക്കത്തിൽ നമസ്കരിക്കാൻ നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരണം. ദുഹറിനെ അസറിന്റെ സമയത്തോട് ചേർത്തല്ല നിസ്കരിക്കേണ്ടത്. എന്ത് ജോലിയാണെങ്കിലും എന്ത് പരിപാടിയാണെങ്കിലും അതെല്ലാം അല്ലാഹുവിന് വേണ്ടി മാറ്റിവെക്കുമ്പോഴാണ് ഇഖ്ലാസ് കടന്നു വരുന്നത്. അതാണ് അല്ലാഹു പറഞ്ഞത്, വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. ജനങ്ങളോട്, നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നവരോടും ഇപ്പോൾ ഉള്ളവരോടൊക്കെ ഞാൻ പറയുന്നത് എന്താ? എന്റെ കൽപ്പന എന്താ? ഇല്ലാ ലിയഅ്ബുദു, എന്നെ ആരാധിക്കണം എന്നാ പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ്. 5 വക്ത നമസ്കാരത്തിന്റെ കാര്യത്തിൽ അല്ലാഹു തആല ഇത്രമാത്രം കണിശമായ ഒരു നിയമം അല്ലാഹു ഇറക്കിയിട്ടില്ല. അതുകൊണ്ടാണ് നാളെ പരലോകത്ത് നന്മ തിന്മകൾ തൂക്കം ചെയ്യപ്പെടുന്ന സമയത്ത്, എല്ലാ ആളുകളും മഹ്ശറയിൽ കൂടുന്നതായ സമയത്ത് അവിടെ അല്ലാഹു ആദ്യം ചോദിക്കുന്ന ചോദ്യമുണ്ടല്ലോ, നിനക്ക് ഞാൻ സമ്മാനമായി നൽകിയ നിന്റെ നിസ്കാരം നീ എത്രമാത്രം ശ്രദ്ധിച്ചിട്ടുണ്ട്? ആദ്യം ചോദിക്കുന്നത് അവിടെയാണ്. ആ നിസ്കാരം എടുത്തു വച്ചിട്ടാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുള്ളൂ. ഒന്നാമത്തെ പരീക്ഷയിൽ തന്നെ ഗെറ്റ് ഔട്ട്, പിന്നെ ബാക്കിയുള്ളതൊക്കെ ഫുൾ ഗെറ്റ് ഔട്ട്, ഒന്നും സ്വീകരിക്കില്ല. ആദ്യം നിസ്കാരം ചോദിക്കും. അതോ അവ്വൽ വക്തത്തിൽ നിസ്കരിക്കോ വേണം, വലിയ പാടാണ്. ആ പ്രയാസമുള്ളത് കൊണ്ട് തന്നെയാണ് അല്ലാഹു തആല ഓരോ വക്തത്തിനും 50 വക്തത്തിന്റെ കൂലി അല്ലാഹു തആല നിശ്ചയിച്ച് നമുക്ക് തന്നത്. ചില്ലറ അറാബല്ല തന്നതല്ലേ? ആലോചിച്ചോക്കണേ. അല്ലാഹുവിന്റെ മുമ്പിൽ ഒരടിമ എത്രമാത്രം അവനെ സ്മരിക്കുന്നുണ്ട് എന്ന് അല്ലാഹു തിട്ടപ്പെടുത്തുകയാണ്, തീരുമാനിക്കുകയാണ് നമസ്കാരം കൊണ്ട്. ഓരോ നമസ്കാരങ്ങൾക്കും വ്യത്യസ്തമായ കൂലിയുണ്ട്. അതെല്ലാം പറയാൻ നമുക്ക് സമയമില്ല. ഇബാദത്തുകളിൽ അല്ലാഹുവിനെ ആരാധിക്കാനുള്ള ഇബാദത്തുകൾ ചെയ്യുമ്പോൾ അല്ലാഹുവിനോടുള്ള നിഷ്കളങ്കത കടന്നു വരണം. എന്നിട്ട് അല്ലാഹു പറയുകയാണ്, അല്ലദീനഹും അൻ സ്വലാത്തിഹിം സാഹൂൻ. അവരവരുടെ നമസ്കാരങ്ങൾ യഥാർത്ഥമായ രൂപത്തിൽ നമസ്കരിക്കുന്നവരല്ല, അവർക്ക് തോന്നുന്നത് പോലെ നമസ്കരിക്കുന്നവരാണ്. മാത്രവുമല്ല, അല്ലദീനഹും യുറാഊൻ. അവരവരുടെ നമസ്കാരം കൊണ്ട് റിയാഇനെ അവർ മനസ്സിലേക്ക് കൊണ്ടുവരുന്നവരാ, വലിയ ലോകമാന്യത കാണിക്കുന്നവരാ. അവരുടെ ഇബാദത്ത് കൊണ്ട് നാലാൾ എന്നെ ഒന്ന് കാണട്ടെ, ഞാൻ ഒരു നിസ്കാരക്കാരനാണെന്ന് നാലാളൊന്ന് കാണട്ടെ. 2 കാര്യങ്ങളാ അല്ലാഹു തആല ഈ ആയത്തിലൂടെ പറഞ്ഞത്. ഒന്ന്, ഇബാദത്തിൽ വരുന്ന അലസത, അത് മാറ്റാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകൾ സ്വീകരിക്കുന്നതല്ല. അലസത കാണിക്കാൻ പാടില്ല ഒരു ഇബാദത്തിൽ. നിസ്കാരത്തിലായിക്കോട്ടെ, ഖുർആനോത്തിലായിക്കോട്ടെ, ഏത് കാര്യത്തിലാണെങ്കിലും അലസത ഉണ്ടാകാൻ പാടില്ല. അലസതമായി ചെയ്യുന്നതായ ഇബാദത്ത് അല്ലാഹു തആല തള്ളിക്കളയുന്നതാ. രണ്ടാമതായി അല്ലാഹു തആല പറയുന്നത് ലോകമാന്യത വരിച്ചു കൊണ്ടലാണ്. എന്റെ നമസ്കാരം നാലാള് കണ്ടോട്ടെ, എന്റെ കാര്യങ്ങൾ നാലാളെന്ന് അറിഞ്ഞോട്ടെ എന്നുള്ളതായ തീരുമാനത്തോടുകൂടി ചെയ്യുന്ന ഇബാദത്തുകൾ അല്ലാഹു തആല തള്ളിക്കളയുന്നതാ. അത് എന്ത് വലിയ അമലാണെങ്കിലും ആര് ചെയ്തതാണെങ്കിലും. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഒരു ഹദീസുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നാളെ ഖിയാമത്ത് നാളിൽ 3 വിഭാഗം ആളുകളെ ഹാജരാക്കുന്നതാ. എല്ലാവരെയും ഹാജരാക്കും. അതിൽ നിന്ന് തന്നെ ഏറ്റവും ബലമായ 3 വിഭാഗം ആളുകളെ അല്ലാഹു ഹാജരാക്കും. ഒന്നാമതായി അല്ലാഹു വിളിക്കുന്നത് ഷഹീദിനെയാണ്. അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ മരണപ്പെട്ടു പോയ ഷഹീദിനെയാണ് അല്ലാഹു ആദ്യമായി വിളിക്കുന്നത്. ആ ഷഹീദിനെ അല്ലാഹു വിളിച്ചുകൊണ്ട് ചോദിക്കുന്നതാ, നീ യുദ്ധത്തിന് പോയ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ യുദ്ധത്തിന് പോയ ഷഹീദല്ലേ, എവിടെയാണ് നിന്റെ അമലുകളെല്ലാം, നീ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്ത്
ആ ഷഹീദ് അല്ലാഹുവിനോട് മറുപടി പറയുന്നതാ, അല്ലാഹുവേ, ഞാൻ നിന്റെ പൊരുത്തം ഉദ്ദേശിച്ചു കൊണ്ടാണ് യുദ്ധത്തിന് വേണ്ടി ഞാൻ തയ്യാറായത്. അവിടെ വന്നുകൊണ്ട് ഞാൻ ഷഹീദായി മരണപ്പെടുകയും ചെയ്തില്ല എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഷഹീദിനോട് പറയുന്നതാ, മോനെ, നീ ഷഹീദായിട്ടുണ്ട്, യുദ്ധത്തിൽ നീ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നീ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയിട്ടല്ല. നാലാളുകൾ നിന്നെ കുറിച്ച് പറയണോ അവൻ വലിയ യോദ്ധാവാണെന്ന് പറയണോ, അവൻ വലിയ വീരനാണെന്ന് പറയണോ, അത് ഭൂമിയിൽ വെച്ച് ജനങ്ങൾ പറഞ്ഞു പോയി. അത് ഭൂമിയിൽ വെച്ച് ജനങ്ങൾ നിനക്ക് വേണ്ടി തന്ന സമ്മാനമായി പോയി. നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ വരുമ്പോൾ ഇന്ന് നിനക്ക് യാതൊരു പ്രതിഫലവും ഇവിടെ നിന്ന് കിട്ടുന്നതല്ല എന്ന് അല്ലാഹു പറയുമ്പോൾ ആ ഷഹീദിനെ അല്ലാഹു തആല ാളുന്ന നരകത്തേക്ക് വലിച്ചെറിയുന്നതാ. ഷഹീദൊക്കെയാണ്, പക്ഷെ അള്ളാഹിന്റെ പൊരുത്തം ഉദ്ദേശിച്ചല്ല ആ യുദ്ധത്തിന് പോയത്. ജനങ്ങൾ എന്നെ കുറിച്ച് നല്ലൊരാളാന്നൊക്കെ പറഞ്ഞോട്ടെ എന്ന് കരുതിയാ പോയത്. അവനെ അള്ളാഹു പരാജയപ്പെടുത്തുന്നതാ. ഈ ലോകത്ത് ആളുകളൊക്കെ പറഞ്ഞു വലിയ ധീരനായിരുന്നു, ദീനിനു വേണ്ടി, സമൂഹത്തിനു വേണ്ടി, സമുദായത്തിനു വേണ്ടി ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവനായിരുന്നു. അതേ സമുദായത്തിൽ ഈ ലോകത്ത് വച്ചതിന്റെ പ്രതിഫലം അവൻ കിട്ടിപ്പോയി. ഇനി അള്ളാന്റെ മുമ്പിൽ അവർക്ക് യാതൊരു കാര്യവുമില്ല. രണ്ടാമതായി അല്ലാഹു തആല വിചാരണ ചെയ്യുന്നത് ഒരു മതപണ്ഡിതനെയാണ്. ഒരു മതപണ്ഡിതനെ അല്ലാഹു തആല വിളിച്ച് മുന്നിൽ നിർത്തിക്കൊണ്ട് ചോദിക്കും, നിനക്ക് അല്ലാഹു തആല ഇൽമു തന്നില്ലേ? നിനക്ക് അല്ലാഹു സൗകര്യങ്ങൾ ചെയ്തു തന്നില്ലേ? ഇതുകൊണ്ട് നീ എന്താണ് അല്ലാഹുവിന് വേണ്ടി ചെയ്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കട്ടെ. നാളെ ഞങ്ങളൊക്കെ വിചാരണ ചെയ്യപ്പെടുന്നതായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് മുന്നിൽ പതറിപ്പോയാൽ, അല്ലാഹുവേ, നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞാൻ ഇബാദത്തുകൾ ചെയ്തത്, ജനങ്ങളെ പഠിപ്പിച്ചത്, സമൂഹത്തെ വാർത്തെടുത്തത് എന്നെല്ലാം മറുപടിയെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പണ്ഡിതനെയും കത്തിക്കാവുന്ന നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാ. മൂന്നാമതായി അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിക്കുന്നത് ധാരാളമായി സദഖ ചെയ്തിരുന്ന ഒരു വ്യക്തിയെയാണ്. ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് പറയുന്നതാ, നിനക്ക് അല്ലാഹു നൽകിയ സമ്പത്തുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു നൽകിയ ധനമുണ്ടല്ലോ, സൗകര്യമുണ്ടല്ലോ, നീ ഏത് മാർഗത്തിലാണ് അതിനെ ചിലവഴിച്ചത് എന്ന് അല്ലാഹു ചോദിക്കുമ്പോൾ ആ മനുഷ്യൻ പറയും, നിന്റെ പൊരുത്തത്തിലാണെന്ന് പറഞ്ഞാൽ അല്ലാഹു അവന് മറുപടി കൊടുക്കുന്നതാ, നീ ജനങ്ങൾ കാണാൻ വേണ്ടിയല്ലേ, കുടുംബക്കാര് പറയാൻ വേണ്ടിയല്ലേ, പൊതുസമൂഹത്തിൽ നിന്റെ ഫ്ലെക്സ് വെക്കാൻ വേണ്ടിയല്ലേ നീ സ്വതയെല്ലാം ചെയ്തതെന്നല്ലാഹു അവന് കാണിച്ചു കൊടുത്തുകൊണ്ട് അവനെയും അല്ലാഹു പരാജയപ്പെടുത്തുന്നതാ. വലിയ വലിയ സ്ഥാനങ്ങൾ വഹിച്ചവരാണ് ഈ മൂന്നാളുകളും, ഷഹീദും മതപണ്ഡിതനും സ്വതക്ക ചെയ്യുന്നവനും. ഹബീബായ തങ്ങള് മഹദിയായ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയോട് പറഞ്ഞില്ലേ, അല്ലയോ ഉമ്മു സലമ, നരകത്തെ തൊട്ട് കാവൽ നിൽക്കാൻ വേണ്ടി ഒരു തുണ്ട് കാരക്ക കൊണ്ടാണെങ്കിലും നീ നരകത്തെ തൊട്ട് കാവൽ നിൽക്കണേ. ഒരു തുണ്ട് കാരക്ക ചീന്തി ഒരു മനുഷ്യന് സ്വതക്ക കൊടുത്തിട്ടാണെങ്കിലും നരകത്തെ തൊട്ട് കാവൽ നീ ചോദിക്കണേ. അത്രയും പവറുള്ള സാധനമാണ് സ്വതക്ക എന്നുള്ളത്. ഈ സ്വതക്ക കൊടുത്തയാളാണ് അള്ളാഹുവിന്റെ മുന്നിൽ വരുന്നത്. അള്ളാഹു അവനെ ആട്ടി ഓടിക്കുന്നത്. എന്തില്ല? ഇഖ്ലാസില്ല, ആത്മാർത്ഥതയില്ല. ഇത് മതപണ്ഡിതനായാലും ഷഹീദായാലും പൊതുപ്രവർത്തകനായാലും എന്തു ആയിക്കോട്ടെ, നീ പള്ളിയിലേക്ക് ഒരുപാട് പൈസ കൊടുത്തവനായിക്കോട്ടെ, ഇഖ്ലാസ് വേണം, ആത്മാർത്ഥത വേണം. ഏത് മാർഗത്തിലാണെങ്കിലും എന്നെ ജനങ്ങൾ വലിയ ആളാക്കണം എന്നുള്ള നിയ്യത്തിലാണെങ്കിൽ അത് ഈ ലോകത്ത് വെച്ച് കഴിഞ്ഞു. ഇനി അവർക്ക് പരലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ ഒന്നും കിട്ടുകയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. ഏറ്റവും നല്ലത് കെട്ടുപോകുമ്പോഴാണ് ഏറ്റവും മോശമാവുന്നത്. നല്ല മുട്ട അത് ചീമുട്ടയായി പോയാൽ ഒരു മനുഷ്യനടുക്കൂല. എന്നാൽ നല്ലതാണെങ്കിലോ എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണ്. അത്ര ഇഷ്ടമുള്ള സാധനമാണ് സ്വതക്കയും ഷഹീദും മതപണ്ഡിതനൊക്കെ. പക്ഷെ അതൊക്കെ മോശമായി പോയി കഴിഞ്ഞാൽ അത്രമാത്രം മോശത്തരത്തിലേക്ക് പോകുന്ന വേറെ ഒന്നില്ല.
നാം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് സമൂഹം ഏറ്റവും കൂടുതൽ തേടുന്ന ഒന്നാണ്. എവിടെയാണ് ആത്മാർത്ഥത എന്നുള്ളതാണ് ഇന്ന് സമൂഹം തേടുന്നത്. ഇന്ന് നമ്മളെ സഹായിക്കാൻ വരുന്ന പല ആളുകളും അവരുടെ ഉള്ളിലും മനസ്സിലും പുറകിലൊക്കെ വലിയ ലക്ഷ്യങ്ങളാണ്. നന്മമരം എന്ന് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ വലിയ താരമായി നിൽക്കുന്നവർ വരെയും അവരുടെ പുറകിൽ വലിയ ലക്ഷ്യങ്ങളാണ്. ആത്മാർത്ഥത എന്നുള്ളത് എടുത്തുപോയി എന്നുള്ളതാണ്. ഇന്ന് രാവിലെ 2 പെൺകുട്ടികളുടെ വീഡിയോ കണ്ടു. സോഷ്യൽ മീഡിയയിൽ താരമായി നിൽക്കുന്ന ആദില, നൂറ എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ. അവർ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചവരാ. അവർ പോയിക്കോട്ടെ, അത് അവരിഷ്ടമാണ്. നമുക്കതിലൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല. ഇസ്ലാമിലെ രീതികളൊക്കെ വേറെ. ഇവരോട് സോഷ്യൽ മീഡിയയിൽ ലേബിൾ വന്നുകൊണ്ട് ഒരു മനുഷ്യൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉപ്പയെയും ഉമ്മയെയും നിങ്ങൾക്ക് മിസ് ചെയ്യുന്നില്ലേ, നിങ്ങൾക്ക് കാണാതിരിക്കാൻ ഒരു വിഷമമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇത്തവഴിക്ക് ആ കുട്ടികൾ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു പ്രയാസമില്ല എന്നുള്ളതാണ്. നമ്മൾ പൊന്നുപോലെ നോക്കുന്ന, കഷ്ടപ്പെട്ട് വളർത്തുന്ന, നമ്മുടെ ചോര നീരാക്കി നമ്മൾ പണിയെടുത്ത് വളർത്തി വലുതാക്കുന്ന നമ്മുടെ മക്കൾ പോലും നമുക്കെതിരെ തിരിയുന്ന ഒരു കാലഘട്ടമാണ്. ആത്മാർത്ഥത ഇല്ല, ഇഖ്ലാസ് ഇല്ല. ആ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാലഘട്ടം തേടുന്നത് തന്നെ അത് തന്നെയാണ്. എവിടെയാണ് ഒരു ഇഖ്ലാസ് ഉള്ളത്? ഏത് കാര്യത്തിലാണ് ആത്മാർത്ഥതയുള്ളത്? ഇന്ന് സോഷ്യൽ മീഡിയകൾ നിറഞ്ഞു നിൽക്കുന്നു. ശബരിമല വിഷയം തന്നെ എടുത്തു നോക്ക്. മതത്തിലേക്ക് വരെയും അത് കടന്നുപോയി എന്നുള്ളതാണ്. ഏത് മതം എടുത്തോ, പള്ളിയായാലും ചർച്ച ആയാലും അമ്പലമായാലും എവിടെയാണെങ്കിലും കൈവെക്കുന്നതൊക്കെ പിഴിയാനും മോഷ്ടിക്കാനും അതൊക്കെ കൈക്കലാക്കാനും വേണ്ടിയുള്ള ഒരു ലക്ഷ്യത്തിലേക്കാണ്. എല്ലാത്തിലും എവിടെ ചെന്നാലും അഴിമതിയും പ്രശ്നങ്ങളും കാര്യങ്ങളുമാണ്. നമ്മളെ സംരക്ഷിക്കേണ്ടവർ തന്നെ നമുക്കെതിരെ തിരിയുന്ന, അല്ലെങ്കിൽ നമ്മളെ ഊറ്റി ജീവിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെയാണ് നമ്മളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇഖ്ലാസ് എന്നുള്ളത് എടുത്തു കളയപ്പെട്ടു. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഇദത്തുഹിദൽ ഫൈഉ ദിബല വൽ അമാനത്തു മഗ്നമ വസ്സകാത്തു മഗ്റമ വതുഅല്ലിമു ലിഗൈരി ദീനി. അല്ലാഹുവിന്റെ പ്രവാചകൻ എടുത്ത് പറയുകയാണ്, ഇദത്തുഹിദൽ ഫൈഉ ദിബല, പൊതുഖജനാവ് പൊതുസമ്പത്തിനെ സ്വന്തം പോലെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരും. പൊതുഖജനാവ് സ്വന്തം പോലെ, എന്റെ വീടിന്റെ, എന്റെ തറവാട് പോലെ ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടം വരുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. വൽ അമാനത മഗ്നമ, അമാനത്തിനെ പിച്ച് ചീന്തപ്പെടുന്ന ഒരു കാലഘട്ടം വരും. ഒരാളെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടം വരും. വസ്സകാത മഗ്റമ, സകാത്തൊക്കെ കടം പോലെ കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും. സകാത്ത് അവന്റെ ഫക്കീറിന്റെയും മിസ്കീന്റെയും അവകാശമാണ്. അത് നമ്മൾ കടം പോലെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു കാലഘട്ടം വരും. ദീനിനു വേണ്ടി, മതത്തിനു വേണ്ടി ഇൽമിനെ പഠിക്കാത്തതും പഠിപ്പിക്കുന്നതുമാകാത്ത ഒരു കാലം കടന്നു വരും. ഇങ്ങനെ അല്ലാഹുവിന്റെ ഹബീബ് എണ്ണി പറഞ്ഞിട്ട് അല്ലാഹു തആല പറയുകയാ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, കുറേ കാര്യങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് ഇങ്ങനെ എണ്ണി പറഞ്ഞു. എന്നിട്ട് ലാസ്റ്റ് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാ, ഫർതഖിബൂ ഇൻദ ദാലിക റീഹൻ ഹംറാ. ഇങ്ങനെയുള്ള കാലഘട്ടം നിങ്ങളുടെ കണ്ണിൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഉടനെ തന്നെ നിങ്ങൾക്കൊരു തീ കാറ്റിനെ അല്ലാഹു അയക്കുന്നതാ. പല രാജ്യങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് തീക്കാറ്റ്. കഴിഞ്ഞ ദിവസം വീഡിയോ കൊണ്ട് തീമഴ പെയ്യുന്നത് സത്യാവെന്ന് അറിയില്ല, എന്തായാലും ഇതൊക്കെ ഉണ്ടാകും. ഇതൊക്കെ നമ്മുടെ കണ്ണിൽ നമ്മൾ കാണുകയാണ്. ഒരു തീക്കാറ്റിനെ നിങ്ങളുടെ മേൽ അല്ലാഹു പറഞ്ഞയക്കുന്നതാ. വസൽസലതൻ, ഒരു കുടുക്കം നിങ്ങൾക്കുണ്ടാകുന്നതാ. വഖസ്ഫം വമസ്ഹാ, നിങ്ങളെ ഒന്ന് മാറ്റി മറയ്ക്കലുകൾ ഉണ്ടാകുന്നതാ. ആണിനെ പെണ്ണാക്കും, പെണ്ണിനെ ആണാക്കും. ആണിനെ പല രൂപങ്ങളിലേക്കും മനുഷ്യനെ പല രൂപങ്ങളിലേക്കും അല്ലാഹു മാറ്റി മറിക്കും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നടക്കുന്നതാ. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ അത് മാത്രമല്ല, നിങ്ങൾ രാവിലെ എണീറ്റ സമയത്ത് തസ്ബീഹ് മാലയിൽ നിന്നും മുത്തുമണികൾ പൊട്ടി വീഴുന്നത് പോലെ ഓരോ പ്രശ്നങ്ങളും നിങ്ങൾ കണ്ടാൽ
തസ്ബീഹ്മാല പൊട്ടിങ്ങനെ ഓരോന്നോരോന്നും പെട്ടെന്ന് ചാടി വരില്ലേ? അതുപോലെ ഓരോ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടേണ്ട ഒരു സമയം വന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക, ഇതെല്ലാം സംഭവിച്ചത് നിങ്ങളിൽ വന്നുപോയ വീഴ്ചയിൽ നിന്നാണെന്ന് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ പ്രശ്നങ്ങൾ വരും, നമ്മൾ ശരിയില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ കാലത്തെ കുറ്റം പറയും. ഈ കാലഘട്ടം ഭയങ്കര മോശം. കാലഘട്ടം എന്ന് പറഞ്ഞാൽ ആരാ? നമ്മളൊക്കെ തന്നെ. നമ്മളാണല്ലോ കാലത്ത് മോശമാക്കുന്നത്. കാലം വന്ന് നമ്മളെ മോശമാക്കി പോകണമല്ലോ. നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും ഇഖ്ലാസിനെ കൊണ്ടുവരിക. ആ ഇഖ്ലാസ് കൊണ്ടാണ് നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു തആല അൻഹു യുദ്ധത്തിന് പോകുന്ന സമയത്ത് പേർഷ്യയിലുള്ള അവിടുത്തെ രാജാവിന് എഴുതുന്ന ഒരു കത്തുണ്ട്, ഒരു ലെറ്റർ. ആ ലെറ്ററിൽ ആദ്യമായി ഖാലിദ് ബിൻ വലീദ് എഴുതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൻ ഖാലിദ് ബിൻ വലീദ് ഇലാ മുലൂകി ഫാരിസ. പേർഷ്യയിലെ രാജാവിന് ഖാലിദ് ബിൻ വലീദ് എഴുതുന്ന ലെറ്ററാണിത്. ജിഅതുകും ബിഖൗമിൻ യുഹിബ്ബൂനൽ മൗത. നിങ്ങളിലേക്ക് വരുന്ന ഈ കൗമുണ്ടല്ലോ, അവർ മരണത്തെ കൊതിച്ചുകൊണ്ടാണ് വരുന്നത്. കമാ തുഹിബ്ബൂനൽ ഹയാത. നിങ്ങളാണെങ്കിലോ ജീവിതത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവരുമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി ഒരു ഉടമ്പടി വെക്കാൻ നിങ്ങൾ തയ്യാറായിക്കൊള്ളുക എന്ന് പേർഷ്യയിലെ രാജാവിന് ഖാലിദ് ബിൻ വലീദ് എഴുതുന്ന ലെറ്റർ അവന്റെ ഉള്ളിലെ ആത്മാർത്ഥതയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താഴ്വഴിയോടുകൂടെ ഈ യുദ്ധത്തിന് പോകുന്നത് ഷഹീദാവാൻ വേണ്ടിയാണ്, അല്ലാതെ അവിടെ കിട്ടുന്ന മുതലുകൾ സമ്പാദിക്കാൻ വേണ്ടിയിട്ടല്ല. ആ ആത്മാർത്ഥതയാണ് അവർക്ക് അവിടെ രക്ഷയായത്. അവിടുത്തെ പേർഷ്യൻ രാജാവും സംഘവും കരാറിൽ ഏർപ്പെട്ട് പിന്മാറുന്ന അവസ്ഥ ഉണ്ടായി എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാവർക്കും ആത്മാർത്ഥത ഉണ്ടാവുക. നമ്മൾ പല മേഖലയിൽ പ്രവർത്തിക്കുന്നവരായിരിക്കാം. ആ പ്രവർത്തനത്തിലൊക്കെ നമുക്ക് ആത്മാർത്ഥത കടന്നു വരിക, ഇഖ്ലാസ് കടന്നു വരിക. അതിൽ അല്ലാഹു തആല വലിയ വിജയം ഉണ്ടാകും. ഇന്ന് ഗസയുടെ കാര്യം അങ്ങനെ തന്നെയല്ലേ? ഫലസ്തീന്റെ കാര്യം അങ്ങനെ തന്നെയല്ലേ? 2 കൊല്ലമായി നിരന്തരം വെടിപൊട്ടുകയാണ്. 2 കൊല്ലമായി നിരന്തരം വെടിപൊട്ടുകയാണ്. 70,000-ഓളം വരുന്ന ആളുകൾ കൊല്ലപ്പെട്ടു. 1,00,000-ഓളം വരുന്ന ആളുകൾ പരിക്ക് പറ്റി. ഈ കൊല്ലപ്പെട്ട 70,000-ഓളം വരുന്ന ആളുകളിൽ തന്നെ 20,000-ഓളം വരുന്ന പിഞ്ചു മക്കളുമാണ്. ഇങ്ങനെയൊക്കെ പരാജയപ്പെടുത്തിയിരിക്കുന്ന ആ സമൂഹത്തോട് തന്നെ ഒരു രഞ്ജനത്തിന്റെ ഒത്തുതീർപ്പിന്റെ ഒരു സമവായവുമായിട്ട് ഇസ്രായേലും അമേരിക്കയും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ ആത്മാർത്ഥത ഇഖ്ലാസിൽ മാത്രമാണ് അവർ പിടിച്ചു നിൽക്കുന്നത്. അതുകൊണ്ടല്ലേ മരണപ്പെട്ട് കബറടക്കപ്പെട്ട കുട്ടിയുടെ അരികിൽ ചെന്നുകൊണ്ട് ഫലസ്തീനിലെ ഉമ്മ പറയുന്നത്, മോനെ, നാളെ നീ ശഹീദിന്റെ കൂലി സമ്പാദിച്ച് സുന്ദരമാകുന്ന സ്വർഗത്തിൽ പാറിപ്പറന്ന് നടക്കുന്ന മകനാണ്. നീ ഞങ്ങളെ സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാനുള്ളതാണ് എന്ന് ഒരു ഉമ്മ ആ കബറിന്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ ആത്മാർത്ഥതയാണ്. ഇനി പഴഞ്ഞു വീണ് മരിച്ചു പോകും അഭാവങ്ങൾ. അവരെ പിടിച്ചു നിർത്തുന്നത് അള്ളാഹുവിനോടുള്ള ആത്മാർത്ഥതയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇന്ന് സമാധാന കരാറൊക്കെ അവർ ഒപ്പുവെക്കാൻ പോവാണ്. എത്രമാത്രമൊക്കെ ശരിയാകുമെന്ന് അറിയില്ല. ഇതിനു മുമ്പൊക്കെ കുറെ കരാറുകളൊക്കെ ഒപ്പിട്ടവരാണ്. എന്നിരുന്നാലും ഫലസ്തീന്റെ പല ഭാഗങ്ങളിലൊക്കെ ഭയങ്കര സന്തോഷങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷങ്ങളൊക്കെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. അവരുടെ ഭൂമി, അവർ ജനിച്ചു വളർന്ന സ്ഥലം, അത് അല്ലാഹു അവർക്ക് തന്നെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല എല്ലാ പ്രയാസങ്ങളും മാറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ അമലുകളിലെല്ലാം നാം ഇഖ്ലാസ് ഉള്ളവരായി മാറണം. നമ്മുടെ ഏത് അമലുകളാണെങ്കിലും, അത് കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും ഇബാദത്തിലാണെങ്കിലും നാം ഏർപ്പെടുന്ന ഏത് മേഖലകളിലാണെങ്കിലും ഇഖ്ലാസോടുകൂടി പ്രവർത്തിക്കുക.